നമസ്കാരം, ഫോർട്ടുഗേ ന്യൂസിലേക്ക് സ്വാഗതം. ഗാസയിൽ ഇസ്രായേലിന്റെ കൊടുംക്രൂരത ആരംഭിച്ചിട്ട് 4 മാസത്തോടടുക്കുന്നു. എങ്ങും കനത്ത ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളുമാണ് ഗാസയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഹമാസിന്റെ പേരും പറഞ്ഞുള്ള കൂട്ടക്കുരുതിയിൽ ഇസ്രായേലിൽ ഇപ്പോൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് സ്വന്തം സൈന്യത്തിലെ ഉദ്യോഗസ്ഥരെ തന്നെയാണ് എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ഇപ്പോൾ നടത്തുന്ന യുദ്ധത്തിനെതിരെ കടുത്ത അമർഷമാണ് സ്വന്തം രാജ്യത്തും ഉടലെടുത്തിരിക്കുന്നത്. ഹമാസ് തടവറയിൽ കഴിയുന്ന ഇസ്രായേൽ ബന്ദികളെ ഉടൻ മോചിപ്പിക്കാൻ തയ്യാറായില്ലെങ്കിൽ കടുത്ത പ്രതിഷേധത്തിലേക്ക് നീങ്ങുമെന്ന് നേരത്തെ ബന്ദികളുടെ കുടുംബാംഗങ്ങൾ അറിയിച്ചിരുന്നു. കടുത്ത പ്രതിഷേധമാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെയും സ്വന്തം രാജ്യത്ത് ഉയർന്നു വരുന്നതും. ഈ യുദ്ധം എന്തിനു വേണ്ടിയാണ് എന്ന് പോലും ഇസ്രായേലി ജനങ്ങൾക്കോ ഹമാസിനെതിരെ യുദ്ധം നടത്തുന്ന സൈനികർക്കോ അറിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. കാരണം ഈ യുദ്ധത്തിൽ എന്ത് നേട്ടമാണ് സ്വന്തം രാജ്യത്തോ തങ്ങൾക്കോ ലഭിക്കാൻ പോകുന്നത് എന്നത് അവർക്ക് അറിയില്ല. സത്യത്തിൽ ഈ യുദ്ധം നെതന്യാഹുവിന്റെ വ്യക്തി താല്പര്യം മാത്രമാണ് എന്നത് പച്ചയായ ഒരു സത്യം മാത്രം. അങ്ങനെ കടുത്ത ആക്രമണവും പ്രത്യാക്രമണവും നടന്നുകൊണ്ടിരിക്കുന്ന വേളയിൽ മറ്റൊരു വാർത്തയാണ് ഇസ്രായേലിൽ നിന്നും ഇപ്പോൾ പുറത്തു വരുന്നത്. അത് മറ്റൊന്നുമല്ല, ഹമാസിന്റെ പിടിയിലുള്ള ഇസ്രായേലി ബന്ദികളെ തിരിച്ചെത്തിച്ചില്ലെങ്കിൽ ബെഞ്ചമിൻ നെതന്യാഹു സർക്കാരിനെ താഴെ ഇറക്കുമെന്ന ഭീഷണിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഇസ്രായേൽ ദേശീയ സുരക്ഷാ മന്ത്രി ഇറ്റാമിൻ ബെൻഗ്വിർ. എക്സിലൂടെയാണ് അദ്ദേഹത്തിന്റെ ഈ പ്രതികരണം. ബന്ദികളെ മോചിപ്പിക്കുന്നതിനായി ഹമാസുമായി നിരുത്തരപരമായ കരാറിലാണ് നെതന്യാഹു ഏർപ്പെട്ടതെങ്കിൽ സർക്കാരിനെ താഴെ ഇറക്കുമെന്നാണ് ഇറ്റാമിർ ബെൻഗ്വിറിന്റെ ഭീഷണി. ഗ്വിറിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ ബന്ദികളെ തിരിച്ചെത്തിക്കാനുള്ള ഇസ്രായേൽ സർക്കാരിന്റെ ശ്രമങ്ങൾക്ക് തങ്ങൾ പൂർണ്ണ പിന്തുണ നൽകുമെന്ന പ്രസ്താവനയുമായി പ്രതിപക്ഷ നേതാവ് യാർ ലാപിഡ് രംഗത്തെത്തി. കഴിഞ്ഞ 116 ദിവസത്തിനിടെ നിരവധി ബന്ദികളുടെ കുടുംബങ്ങളെ താൻ കണ്ടു. അവരോടെല്ലാം സർക്കാർ സുരക്ഷിതമായി ബന്ദികളെ തിരിച്ചെത്തിക്കുമെന്നാണ് പറഞ്ഞത്. ബന്ദികളോടും അവരുടെ കുടുംബാംഗങ്ങളോടും എപ്പോഴും തങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം 2 മാസം ഗാസയിൽ വെടിനിർത്തി ബന്ദികളെ തിരികെ എത്തിക്കാനുള്ള ശ്രമങ്ങൾ ഇസ്രായേൽ തുടങ്ങിയതായി സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. താൽക്കാലികമായി വെടിനിർത്തി 100ഓളം ബന്ദികളെ തിരികെ എത്തിക്കാനാണ് ഇസ്രായേൽ പദ്ധതിയിട്ടതെന്നും റിപ്പോർട്ടിലുണ്ട്. രണ്ടാം വെടിനിർത്തലിനായും ബന്ദി കൈമാറ്റത്തിനായും ചർച്ചകൾ സജീവമായി നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ ഭീഷണിയുമായി ഇസ്രായേൽ മന്ത്രി തന്നെ രംഗത്ത് വന്നിരിക്കുന്നത്. യുദ്ധത്തിൽ നെതന്യാഹുവിന്റെ കടുംപിടുത്തത്തിൽ ഇല്ലാതാകുന്നത് സാധാരണക്കാരായ ആൾക്കാരുടെ ജീവനാണ്. അതുകൊണ്ട് തന്നെയാണ് സ്വന്തം രാജ്യത്ത് നിന്ന് പോലും അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ വിമർശനങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുന്നതും. ഇത് ഹമാസിന്റെ വിജയമാണ്. ഗാസയിൽ ഹമാസിനെ തോൽപ്പിക്കാൻ പഠിച്ച പടി 18 നടത്തിയിട്ടും തോൽക്കുന്നത് ഇസ്രായേൽ സേനയും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു എന്നതാണ് യാഥാർത്ഥ്യം.